എല്ലാവർക്കും യാത്രയുടെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ഞങ്ങളുടെ യാത്രയിൽ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എത്തി. ഞങ്ങളിപ്പം വണ്ടി ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് അധികം കലാപരിപാടികളൊന്നുമില്ല. ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. നാളെ കർദുംഗ്ല പോകണം. പിന്നെ ഈ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് നാട്ടിലോട്ട് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇന്നിപ്പം ഞങ്ങളിപ്പോൾ ഫ്യൂവൽ ഫുള്ളാക്കിയിട്ട് ലേ മാർക്കറ്റ്, അതുപോലെ ശാന്തി സ്തൂപ, ഇവിടെയൊക്കെ പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ചെറിയ ഇടുങ്ങിയ വഴികളും പഴയ കെട്ടിടങ്ങളും ഒക്കെയാണ് ലേ. അപ്പം ഞങ്ങളിപ്പം ടൗണിൽ കൂടെയൊക്കെ കയറി വട്ടം കറങ്ങിയൊക്കെയാണ് വന്നത്. എല്ലാം ഒരു പഴയ രീതിയിലുള്ള കൺസ്ട്രക്ഷനും ഒരു പൂഴിയാണ് മെയിനായിട്ട് ഇവിടെ പൊങ്ങി നിൽക്കുന്ന ഒരു കാര്യം. വിൻ്റർ സീസൺ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വലിയ ധാരണയില്ല. മഞ്ഞാണ് മൊത്തം എന്നാണ് അവർ പറഞ്ഞത്. അവരുടെ ഇപ്പോൾ 8 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ, പക്ഷേ വണ്ടിക്കകത്ത് നല്ല ചൂടാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ലേയിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അപ്പം ലേയിലോട്ട് സോൻമാർഗിൽ നിന്ന് വരുന്നവർ, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പ്ലാൻ ചെയ്തവർ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണുക. എൻ്റെ വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ടുള്ള വഴികളും കാര്യങ്ങളും എങ്ങനെയാണെന്നും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് വരുന്നവർക്ക്, കൊണ്ട് വരുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. മടക്കയാത്ര ഏത് സൈഡിൽ കൂടെ ആണെങ്കിലും അതും നിങ്ങൾക്ക് ഉപകാരപ്പെടും, അതിനൊരു സംശയവും വേണ്ട. ഞങ്ങൾ ലേയ് വന്നിട്ട് ഞങ്ങൾ ചാർജ് ചെയ്ത ലേയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴി, ശ്രീനഗറിന് പോകുന്ന വഴിക്ക് ഉള്ളൊരു പമ്പിലാണ്. ഡ്യുവൽ ഗണ്ണിൻ്റെ മെഷീനാണ് വെച്ചേക്കുന്നത്, പക്ഷേ ഒരു ഗണ്ണേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇത് ലേ എയർപോർട്ടിൻ്റെ അടുത്തായിട്ടാണ്. ചാർജിങ്ങും കാര്യങ്ങളും ഒക്കെ മുടക്കി നടന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ടുള്ള മാർഗവും കൂടെ കണ്ടുപിടിക്കാം. നമ്മുടെ ലേ സിറ്റിയിൽ ഈ കാണുന്ന മിസ്റ്റല്ല, പൊടിയാണ്. പൊടിക്കാറ്റടിച്ചിട്ട് മൊത്തം മൂടി നിൽക്കുകയാണ്. മലയുടെ മണ്ടയിൽ നിന്ന് കാറ്റ് കയറി വരുന്നതാണ്. കാരണം ടെമ്പറേച്ചർ 11 ഡിഗ്രിയേ ഉള്ളൂ. ആ കാറ്റ് വന്നതിൻ്റെ പൊടിക്കാറ്റാണ്. പലരും കണ്ണടച്ച് പിടിച്ചാണ് പോകുന്നത്, കണ്ടോ. അത് ഇതുവഴിയാണ് പോകേണ്ടത്. ഈ കാണുന്നതാണ് ലേ ഗേറ്റ് അല്ലേ, അങ്ങനല്ലേ നമ്മൾ ഇങ്ങോട്ട് കാണിച്ചത്? അതെ, ലേ മെയിൻ ഗേറ്റ് ആണ് ഈ കാണുന്നത്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ നിങ്ങൾ മുമ്പിൽ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ, എല്ലാം ഇങ്ങനെ മലയുടെ മണ്ടയിൽ ഉണങ്ങി നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. പൊടിക്കാറ്റുന്ന ടെമ്പറേച്ചർ 11 ഡിഗ്രിയാണ്, പക്ഷേ കാറ്റ് കയറി വന്നിട്ട് മൊത്തത്തിൽ മറച്ച് കളഞ്ഞു. ഒന്നും കാണാൻ മേല. മലയുടെ മണ്ടയൊക്കെ കണ്ടോ, ഒന്നും കാണാൻ മേല. ആ ബാക്കിൽ ഇതിന് മണ്ടയിലും മലകളുണ്ട്, ഒന്നും കാണാൻ മേലാത്ത പോലെ. നമ്മൾ ഈ താഴെ കാണുന്നതാണ് ലേ സിറ്റി. അതിങ്ങനെ നീണ്ടു തുറന്ന് കിടക്കുക. ഇവിടെ നിന്ന് ഈ മലയുടെ അപ്പുറത്തോട്ടും ഉണ്ട്. നമ്മൾ ഒരു മലയുടെ മണ്ടയിൽ വന്നപ്പം കാണുന്ന കാഴ്ചകളാണ്. മഞ്ഞുകാലത്ത് ഇതെല്ലാം മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളാണ്. മഞ്ഞുകാലത്ത് നമ്മളിവിടെ ഒരു കേരള കഫേ ഉണ്ട്, അവിടെ പോകാൻ വേണ്ടി വന്നതാണ്. നമ്മളപ്പോൾ ഒരു 1:30 ആകുമ്പോഴത്തേനോട് ചെല്ലാമെന്ന് ഓർത്തായിരിക്കും. നേരെ മുന്നിൽ മഞ്ഞുമലകളൊക്കെ കാണാം. അത്ര ദൂരേ ഉള്ളൂ,
ഇവിടെ എല്ലാം മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളാണെന്നാണ് പറഞ്ഞത്. ഇപ്പം മഞ്ഞിൻ്റെ സീസണല്ല. ഞങ്ങൾ നാളെ കർദുങ്കില പോകണമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. ഇവിടുന്ന് ആ വഴിയല്ലടാ, ഈ വഴിയും പോകാടാ, ചുറ്റിപ്പോവും. ഇതാണ് മെഡിക്കൽ സ്റ്റോറും ലേ മാർക്കറ്റ്. മോട്ടർ പപ്സിൻ്റെ ഇതാണ് ലേ മാർക്കറ്റ്. അത് നമ്മൾ പോകുന്നുണ്ട്. ഞങ്ങളിവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചത് മലയാളി ഒരാളുടെ ഹോം സ്റ്റേ എന്നാണ്. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. ഒത്തിരി ദിവസം കൂടി വീട്ടിലെ ഭക്ഷണം കഴിച്ചൊരു ഫീലായിരുന്നു. പുള്ളിക്കാരൻ ഹോം സ്റ്റേയും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. അതുപോലെ പുള്ളിക്കാരൻ ടൂർ പാക്കേജും പരിപാടികളും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ലൈവ് വന്നിട്ട് പുള്ളിയെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. പുള്ളി വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്തു തരും. ഓക്കെ. इंडियन आर्मी नहीं है, पाकिस्तान आर्मी है, इसीलिए फटाफट बटालियन बेस पे आके इंडियन आर्मी को इंफॉर्मेशन दिया जाता है। सर गुड्डू डालना के अंदर कुछ हरकत होता है, आप लोग देख लेना, बल्कि इंडियन आर्मी फटाफट एक्टिवेट हो जाता है और यहाँ पे एक पेट्रोलिंग दे दिया जाता है। उस पेट्रोलिंग कमांडर का नाम था कैप्टन सौरभ कालिया। क्या था? मैंने बोला कैप्टन सौरभ कालिया। क्या था? कैप्टन सौरभ कालिया के 10 जवान इंडियन आर्मी के रास्ते से मेरे यहाँ से पेट्रोलिंग के लिए भेजा गया 10 जवान। वहाँ से 3 बार बोला जाता है, क्योंकि भारत माता से उस जवान को युद्ध के दौरान जोश मिलता है, एनर्जी मिलता है, ताकत मिलता है। वॉर शुरू होने से पहले, वॉर खत्म होने के बाद भारत माता की जय बुलाता है। जब तक आप भारत माता ही ठीक नहीं होगा, 8:30 बजे तक इसी तरह यहाँ पे खड़ा रहेगा। प्लीज किसी का भी हाथ से दिखाई दिया 3 दिन बाद भारत माता पुकारे होगा। बाद में नहीं बना, जरा मैं लेट हो रहा है। आप लोग की आवाज पाकिस्तान बॉर्डर तक देना चाहिए।